നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസംഗമങ്ങളിലൊന്നായാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള അറിയപ്പെടുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ സാംസ്കാരിക ആത്മീയ സംഗമത്തിന് സാക്ഷിയാകാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സന്യാസിമാർ എത്തിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഗംഗയും യമുനയും സരസ്വതി നദിയും ഒന്നിക്കുന്ന ത്രിവേണിയിൽ ദിവ്യാനുഗ്രഹവും മോക്ഷവും തേടുന്ന ദശലക്ഷക്കണക്കിന് പേർക്ക് ആത്മീയ ആകർഷണമായി മാറും ഈ മഹാമേള. 45 കോടി ജനങ്ങൾ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന 1.5 മാസക്കാലം കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്യുകയാണ്. ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വേർതിരിവുകളില്ലാതെ സനാതന ധർമ്മത്തിന്റെ സുന്ദര ദൃശ്യം തന്നെയാകും ഇത്. ഇതിലും വലിയ എന്ത് അത്ഭുതമാണ് ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ ഭാരതത്തിനുള്ളത്? ആത്മീയ യാത്ര, വിസ്മയകരമായ ആസൂത്രണം, സാമ്പത്തിക പ്രതിഭാസം, ആഗോള ഐക്യത്തിന്റെ സാക്ഷ്യം എന്നിങ്ങനെ ഒരുപാടുണ്ട് ആഘോഷമായി കുംഭമേളയെ വിശേഷിപ്പിക്കാൻ. മഹാകുംഭമേള വെറുമൊരു ചടങ്ങല്ല, അതൊരു ജീവിത ക്രമമാണ്. ദിവ്യതത്വ സംഹിത കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഉത്സവം. അതിന്റെ ആത്മാവ് സന്യാസി വര്യരുടെയും ഋഷിമാരുടെയും ആത്മീയ ഒത്തുചേരലിലാണ്. സനാതന ഹൈന്ദവ വേദമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ധർമ്മവും വിപണിയും ഒരുമിക്കും. ആത്മീയ തീരത്ത് നാഗമഹർഷിമാരും സന്യാസിമാരും ആചാര അനുഷ്ഠാനങ്ങൾക്കും ധ്യാനത്തിനും ജ്ഞാനം പങ്കിടാനായി ഒത്തുചേരുന്ന അഖാഡ മേഖലയ്ക്ക് ഭക്തിയുടെ തുടിപ്പുണ്ട്. ഭാരതീയ മൂല്യങ്ങളും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്ന, അവയ്ക്ക് വില കൽപ്പിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഏറെ സവിശേഷമായ ദിനങ്ങളാണ്. വിശ്വാസം, ഭക്തി, സംസ്കാരം എന്നിവയുടെ പവിത്രമായ സംഗമത്തിൽ അസംഖ്യം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നുണ്ട്. വിശ്വാസത്തെയും ഐക്യത്തെയും ആഘോഷമാക്കുന്ന മഹാകുംഭമേളയിലേക്ക് എല്ലാ വിശ്വാസികളെയും ഉത്തർപ്രദേശ് സർക്കാർ സ്വാഗതം ചെയ്തിരുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ഒരു സംഗമമാണിത്. വിശ്വാസപരമായ പരമ്പരാഗത ചടങ്ങുകളിൽ അവർ ഒരുമിച്ച് പങ്കാളികളാകും. സനാതന ധർമ്മത്തിന്റെ കാലാതീത ജ്ഞാനം അനുഭവിക്കാനും ലൗകികതയെ മറികടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരാനുമായി പുണ്യ മണൽ തീരത്തേക്ക് ദശലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട്. ലോക്നാഥിന്റെ ദിവ്യാനുഗ്രഹം മുതൽ മഹർഷി ദുർവാസാവിന്റെ പൗരാണിക പാരമ്പര്യം വരെ, സന്യാസിമാരുടെ മാനസിക ബന്ധങ്ങൾ മുതൽ ജീവിത അത്ഭുതങ്ങൾ വരെ, മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഔന്നിത്യത്തിന്റെയും വർണ്ണ ചിത്രമാണ്. ആദ്യ ദിനത്തിലെ പൗഷ് പൂർണിമ സ്നാനത്തിൽ തന്നെ 1.5 കോടി ഭക്തർ പങ്കെടുത്തു എന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചിരുന്നത്. മകരസംക്രമണ ദിനത്തിലും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നായിരുന്നു UP ഭരണകൂടം കണക്കുകൂട്ടിയത്. ലോകോത്തര സുരക്ഷാ സജ്ജീകരണങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കുംഭമേളയുടെ നടത്തിപ്പിന് സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ പൗരാണികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾക്ക് ആഗോള പ്രാധാന്യം ഉയർത്താൻ കുംഭമേള വഴിയൊരുക്കുമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം.